ടെൻഷനിലായ തങ്ങളുടെ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലാതെ കളത്തിലിറങ്ങിയ പോർച്ചുഗൽ ഫിഫ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ അർമേനിയക്കെതിരെ എതിരില്ലാത്ത 1-9 ഗോളുകൾക്ക് തകർപ്പൻ വിജയം നേടി ഗ്രൂപ്പ് ജേതാക്കളായി ലോകകപ്പിനുള്ള നേരിട്ടുള്ള യോഗ്യത ഉറപ്പിച്ചു. പോർട്ടോയിൽ നടന്ന മത്സരത്തിൽ ആദ്യാവസാനം ആധിപത്യം പുലർത്തിയ പോർച്ചുഗീസ് ടീം അക്ഷരാർത്ഥത്തിൽ അർമേനിയൻ പ്രതിരോധത്തെ തകർത്തെറിയുകയായിരുന്നു. ഈ വിജയത്തോടെ ഗ്രൂപ്പ് എഫിൽ 13 പോയിന്റുകളുമായാണ് പോർച്ചുഗൽ ലോകകപ്പിന് ടിക്കറ്റ് എടുത്തത്. മത്സരത്തിന്റെ 7-ാം മിനിറ്റിൽ തന്നെ റെനറ്റോ വിഗലിയിലൂടെ പോർച്ചുഗൽ ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ടു. എന്നാൽ 18-ാം മിനിറ്റിൽ അപ്രതീക്ഷിതമായി ഒരു സമനില ഗോൾ കണ്ടെത്തി അർമേനിയ പോർച്ചുഗലിന് ചെറിയൊരു ഞെട്ടൽ നൽകി. എന്നാൽ അതിനുശേഷം കണ്ടത് പോർച്ചുഗീസ് മുന്നേറ്റ നിരയുടെ മിന്നുന്ന പ്രകടനമായിരുന്നു. കളി നിയന്ത്രിച്ച പോർച്ചുഗൽ മിഡ്ഫീൽഡ് അർമേനിയൻ പെനാൽറ്റി ബോക്സിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. പോർച്ചുഗലിന്റെ മധ്യനിരയുടെയും മുന്നേറ്റ നിരയുടെയും സംയോജിത ആക്രമണങ്ങൾ ആദ്യ പകുതിയിൽ തന്നെ അർമേനിയയുടെ പ്രതിരോധത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അർമേനിയയുടെ സമനില ഗോളിന് ശേഷം പോർച്ചുഗൽ ലീഡ് ഉയർത്തിയത് ഗോൺസാലോ റാമോസിന്റെ ഗോളിലൂടെയായിരുന്നു. തുടർന്ന് യുവതാരം ജാവോ നെവാസ് തന്റെ ഇരട്ട ഗോളിലൂടെ പോർച്ചുഗലിന്റെ ലീഡ് വർദ്ധിപ്പിച്ചു. ഇതിനിടയിൽ ലഭിച്ച പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച് ബ്രൂണോ ഫെർണാണ്ടസ് കൂടി ഗോൾ നേടിയതോടെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ പോർച്ചുഗൽ 5-1 എന്ന നിലയിൽ സുരക്ഷിതമായ ലീഡ് നേടി. റൊണാൾഡോയുടെ അഭാവം ടീമിന്റെ ആക്രമണ ശക്തിയെ ബാധിക്കില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു യുവതാരങ്ങളുടെയും പരിചയസമ്പന്നരായ കളിക്കാരുടെയും ഈ പ്രകടനം. രണ്ടാം പകുതിയിലും പോർച്ചുഗൽ ആക്രമണം ഒട്ടും കുറച്ചില്ല. അർമേനിയയ്ക്ക് കാര്യമായ അവസരങ്ങൾ നൽകിയില്ലെന്ന് മാത്രമല്ല, മികച്ച അവസരങ്ങൾ സൃഷ്ടിച്ച് അവർ ഗോളുകൾ വാരിക്കൂട്ടുകയും ചെയ്തു. മത്സരത്തിൽ ആധിപത്യം പൂർണ്ണമാക്കിക്കൊണ്ട് ബ്രൂണോ ഫെർണാണ്ടസ് തന്റെ ശേഷിച്ച 2 ഗോളുകൾ കൂടി നേടി ഹാട്രിക് പൂർത്തിയാക്കി. തുടർന്ന് 81-ാം മിനിറ്റിൽ വീണ്ടും വല കൊലുക്കിയ ജാവോ നെവസ് തന്റെ ഹാട്രിക്കും തികച്ചു. നെവസിന്റെ പ്രകടനം അദ്ദേഹത്തിന്റെ കരിയറിലെ നിർണായക നിമിഷങ്ങളിലൊന്നായി മാറുകയും ചെയ്തു. 92-ാം മിനിറ്റിൽ കോൺസിയാസോ കൂടി ഗോൾ നേടിയതോടെ പോർച്ചുഗൽ 9-1 എന്ന കൂറ്റൻ സ്കോറിന് വിജയം സ്വന്തമാക്കി. ഈ വിജയം പോർച്ചുഗീസ് ടീമിന്റെ ആഴത്തിലുള്ള പ്രതിഭയുടെ ശക്തി വിളിച്ചോതുന്നതായിരുന്നു. സൂപ്പർ താരത്തിന്റെ അഭാവത്തിൽ പോലും ടീം ഒരു കൂട്ടായ്മയായി നിന്ന് വലിയ വിജയം നേടുന്ന കാഴ്ചയാണ് കണ്ടത്. ലോകകപ്പിനായുള്ള പോർച്ചുഗലിന്റെ ഒരുക്കങ്ങൾക്ക് ഈ വിജയം വലിയ ആത്മവിശ്വാസം നൽകും. എതിരാളികൾക്കെതിരെ ആക്രമണ ഫുട്ബോളിന്റെ ആധിപത്യം സ്ഥാപിക്കാൻ ടീമിന് കഴിഞ്ഞു. ഗ്രൂപ്പ് എഫിലെ ശക്തരായ എതിരാളികളെ മറികടന്ന് പോർച്ചുഗൽ ലോകകപ്പിന് നേരിട്ട് യോഗ്യത നേടിയത് രാജ്യത്തെ ഫുട്ബോൾ ആരാധകർക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. ഈ യുവ ടീമിന്റെ പ്രകടനം ഭാവിയിൽ പോർച്ചുഗലിന് വലിയ പ്രതീക്ഷ നൽകുന്നു. വരാനിരിക്കുന്ന ലോകകപ്പിൽ കിരീട സാധ്യതയുള്ള ടീമുകളിൽ ഒന്നായി പോർച്ചുഗലിനെ ഇത് മാറ്റിയെടുക്കും.